ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അത്തമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഓണമാണെങ്കിൽ ഇങ്ങനെ അടുക്കാറുമായി. അപ്പോൾ നമ്മുടെ ബീന സീക്രട്ട് ഫ്ലേവേഴ്സിൽ ഓണസദ്യ സീരീസിൽ നമ്മൾ ഇതുവരെയും ഒരു പായസം ഒന്നും ഉണ്ടാക്കിയില്ല. അടപ്രഥമനോ സേമിയോ ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ 2 ദിവസം മുമ്പ് അമ്മയെ കാണാൻ വന്നപ്പോൾ കുറേ നേന്ത്രപ്പഴം വാങ്ങി. അതെവിടെ ഇരുന്നും വല്ലാണ്ട് പഴുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പായസം തന്നെ ഉണ്ടാക്കാം. നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴം പ്രഥമൻ. ഇത് വളരെ രുചികരവും എന്നാൽ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു പഴം പ്രഥമനാണ്. കാണുമ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ചേരുവകൾ തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. പഴം പ്രഥമനിൽ കടിക്കാൻ കിട്ടുന്ന ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ചവ്വരി ചേർക്കുന്നത്. ഞാൻ അരമണിക്കൂർ കുതിർത്ത ചവ്വരിയെ 3 ഇരട്ടി വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ചവ്വരി മാത്രം എടുക്കും. ഇനി 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് പാനിയാക്കി എടുക്കാം. ഇടയ്ക്കിടെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ശർക്കര നന്നായി ഉരുകിയാൽ മാത്രം മതിയാകും. ഈ സമയത്ത് നമുക്ക് 5 ചെറിയ ഏത്തപ്പഴം 2ആയി മുറിച്ച് കുക്കറിലിട്ട് കൊടുക്കാം. നന്നായി പഴുത്ത പഴമായിരിക്കണം. നിങ്ങൾക്ക് സ്റ്റീം ചെയ്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമൊഴിച്ച് 2 വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട്. ചവ്വരി മറന്നു പോകാതെ ഇതിനിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി റെഡിയായോ എന്ന് നോക്കാം. ശർക്കര ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. കല്ലും മണ്ണുമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി ഇത്രയും അളവിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പഴം തണുക്കുമ്പോൾ തൊലി കളഞ്ഞ് മിക്സിയിൽ നന്നായി അരച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത്രയും പഴം അരച്ചതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു വലിയ തേങ്ങ തിരുമ്മി മിക്സിയിലടിച്ച് 1 കപ്പ് 1/4 പാലും 2 കപ്പ് 2/2 പാലും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/4 കപ്പ് ചവ്വരി വേവിച്ചത്, 10 അണ്ടിപ്പരിപ്പ്, 15 കിസ്മിസ്, കുറച്ച് തേങ്ങാപ്പൂളുകൾ അരിഞ്ഞത്, ജീരകപ്പൊടി, 4 ഏലക്ക. നിങ്ങൾക്കത് പൊടിച്ചും എടുക്കാം. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ കോരിയെടുക്കാം. ഒരുപാട് മൂപ്പിച്ച് ബ്രൗൺ ആയാൽ പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് വരും. അത് കോരിയെടുത്ത ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളിയിൽ കുറച്ച് നെയ്യ് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുകയാണ്. അടിയിൽ പിടിക്കാതെ തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് മാത്രമാണ് ഇതിലെ സമയമെടുക്കുന്ന ഒരേ ഒരു പ്രോസസ്സ്. പഴം നന്നായി വഴറ്റി നെയ്യ് തെളിഞ്ഞു വരണം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടിപ്പോൾ. ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അടിയിൽ പിടിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ പഴത്തിലൊക്കെ അല്പം വെള്ളമൊക്കെ ഉണ്ട്. ശർക്കരയുടെ വെള്ളം ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതിനുശേഷമേ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ സമയത്ത് ഞാനിതിലേക്ക് അല്പം ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇവിടെ വീട്ടിൽ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൊടിക്കാതെ ഇട്ട് കൊടുത്തത്. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. മധുരമുള്ള എല്ലാ പായസത്തിലും നമ്മളിങ്ങനെ ചേർക്കാറുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഴം പായസത്തിൽ മറ്റ് മസാലകളൊന്നും തന്നെ ഇല്ല. മെയിനായിട്ട് നമ്മൾ ജീരകമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ചുക്കുപൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതും നന്നായി ഇളക്കി അടിയിൽ പിടിക്കാതെ നല്ല കുറുകി വരണം. ഇപ്പോൾ നമ്മളിതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്.
പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും ഫ്ലെയിം ലോയിലായിരിക്കണം. പാല് ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ തിളച്ച് പോയാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാത്രമേ എപ്പോഴും തേങ്ങാപ്പാലായാലും പാലായാലും പായസത്തിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ രണ്ടാം പാൽ ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൗവരിയാണ്. ചൗവരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നുകൂടി കുറുകി വരണം. ഈ രണ്ടാം പാലൊന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചേർത്തതിന് ശേഷം ഇപ്പോഴാണ് നെയ്യ് ചേർത്തത്. പായസത്തിന് എപ്പോഴും നെയ്യാണല്ലോ നല്ല രുചി തരുന്നത്. ഇപ്പോൾ ഇതായി പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒന്നാം പാലാണ്. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ടായാലും ചേർക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് പോകാൻ പാടില്ല. ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമുക്ക് 1 മിനിറ്റിനകം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ഒരല്പം മാത്രം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പണികളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊരു ചെറിയ ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഉരുളി മിനി പാലുകാച്ചിന് വേണ്ടി വാങ്ങിയതായിരുന്നു. ഇപ്പോഴാണ് അതിന് വീണ്ടും ഉപയോഗം വന്നത്. അപ്പോൾ നമ്മളിതാ ഈ വലിയ ഉരുളിയിൽ നിന്നും പായസം എല്ലാം ചെറുതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് അലങ്കരിച്ചു കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പഴം പ്രഥമൻ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളും ഓണത്തിന് ഉറപ്പായും ചെയ്തു നോക്കണം. വളരെ എളുപ്പവും അത്രയ്ക്ക് രുചിയും ഉള്ളതാണ് ഈ പ്രഥമൻ. ഞാനിവിടെ ആദ്യം തന്നെ ഇവിടുത്തെ ഗണപതിക്കാണ് മധുരം കൊടുക്കാറ്. എൻ്റെ അമ്മയാണ് കേട്ടോ. ഷുഗറുള്ളതിൻ്റെ ഒരു അഹങ്കാരവും അല്പവും ഇല്ല. അപ്പോൾ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ ഇതൊരു പുതിയ ചാനലാണ്. വീഡിയോ കാണുന്നവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണുമ്പോഴേ മറ്റുള്ളവർക്കും ഇതുണ്ടാക്കി നോക്കാനൊക്കെ ഒരു പ്രചോദനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓണസദ്യ വിഭവമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.